ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്ലം കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഈ പ്ലം കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാനിത് സ്ട്രോബെറി ജ്യൂസിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്ട്രോബെറി ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇത് ഒരു 4 സ്ട്രോബെറി ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ അരച്ചെടുത്തതാണ്. ഇനിയിപ്പോൾ ഈ ജ്യൂസിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ടായിട്ട് ഞാനിവിടെ മുന്തിരി, പിന്നെ കാഷ്യൂനട്ട്, പിന്നെ കുറച്ച് ഡൂട്ടി ഫ്രൂട്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതൊന്ന് കുറച്ച് സമയം ഇതിലൊന്ന് കുതിരാനായിട്ട് വെക്കണം. അപ്പോൾ അത് ഒരു 1-2 മണിക്കൂറൊക്കെ വെക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര കൂടെ ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പം ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതൊരു ഭാഗത്തേക്കായിട്ട് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഒരു കാരമൽ സിറപ്പ് തയ്യാറാക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഇരുമ്പ് ചട്ടി തന്നെ എടുക്കുക. അപ്പോൾ ആ ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായിട്ട് ഉരുക്കിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ വളരെ ചെറിയ തീയിലായിട്ട് വേണം ഇതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. പിന്നെ ഇത് അടിയിലൊട്ടും പിടിക്കാതെ തന്നെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് വേണ്ടത്. അപ്പം അങ്ങനെ ഇതാ ഈ ഒരു നിറമായി വരുന്നുണ്ട്. പിന്നെ ഈ സമയത്ത് നിർത്താതെ തന്നെ ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിലായിട്ട് വേണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ പഞ്ചസാരയൊക്കെ നല്ലോണം കാരമലായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്തൊന്ന് അല്പം വിട്ട് നിൽക്കുക, മേത്തേക്ക് തെറിക്കാൻ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഇപ്പം കാരമൽ സിറപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് തണുക്കാനായിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇനി ഈ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു 2 കപ്പോളം മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതാ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫ്രൂട്ടിൻ്റെ മിക്സ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് കാരമൽ ചെയ്തിട്ടുള്ള പഞ്ചസാര ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. അത് ചേർത്ത് കൊടുക്കുമ്പോൾ ഇത്തിരി ആയിട്ട് ചേർത്ത് കൊടുക്കുക. ഓവർ ലൂസ് ആവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു 1/2 കപ്പോളം പാല് ചേർത്ത് കൊടുക്കാം. ഒരു 1-2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇവയെല്ലാം ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ എല്ലാം മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് ഇതാ ഒരു പാത്രത്തിലേക്കായിട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ അത് ഓവർ ലൂസ് ആവാതെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ചെയ്തെടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ഇതൊരു അരമണിക്കൂർ കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും ബാക്കി 25 മിനിറ്റ് ലോ ഫ്ലെയിമിലായിട്ട് ഇത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അങ്ങനെ അതാ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സൂപ്പറായിട്ടൊന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ടെക്സ്ചറൊക്കെ കണ്ടാൽ തന്നെ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള പ്ലം കേക്ക് ആണെന്ന് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കുക.
അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പം ഹാപ്പി ക്രിസ്മസ്.